നമസ്കാരം. വാർത്താരംഭത്തിലേക്ക് സ്വാഗതം. കടുത്ത പ്രതിസന്ധികളും ജീവിതത്തിന് വെല്ലുവിളിയൊക്കെ വരുന്ന ഘട്ടങ്ങളിൽ സാധാരണ ജനങ്ങൾ വൈകാരികമായി പ്രതികരിക്കാറുണ്ട്. പക്ഷേ ഇത്തരം ഘട്ടങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ടവർ, അധികാരികൾ പ്രതികരിക്കുന്നത് അത്തരത്തിൽ ആവരുത്. ജനങ്ങളുടെ വൈകാരികത കൂടി കണക്കിലെടുത്തും പ്രശ്ന പരിഹാരത്തിന് ഉതകുന്ന രീതിയിലും വേണം പ്രതികരിക്കേണ്ടത്. എന്നാൽ നമ്മുടെ വനം മന്ത്രി AK ശശീന്ദ്രൻ്റെ പ്രതികരണം അത്തരത്തിലായിരുന്നില്ല. അദ്ദേഹം വയനാട്ടിലെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. എനിക്ക് സംസാരിക്കേണ്ടത് അവിടുത്തെ ജനങ്ങളോടല്ല, ഉത്തരവാദിത്തപ്പെട്ടവരോടാണ്, ജനക്കൂട്ടത്തോടല്ല സംസാരിക്കേണ്ടത്. താൻ അവിടെ പോകേണ്ടതില്ല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നെല്ലാം വനമന്ത്രി പറയുന്നു. പക്ഷേ വന്യജീവികളുടെ ആക്രമണത്തിൽ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട ഘട്ടത്തിലാണ് വയനാടുകാർ നിൽക്കുന്നത്. അവരുടെ ജീവനും ജീവനോപാധിക്കും ഭീഷണിയായി വന്യമൃഗങ്ങൾ നിൽക്കുകയാണ്. അവിടെ നിസ്സഹായരായി നിൽക്കുന്ന വനം മന്ത്രിയും വനം വകുപ്പും നിൽക്കുന്ന ഘട്ടത്തിലാണ് വനം മന്ത്രി ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത്. ഇത് ഒരു മന്ത്രി എന്ന നിലയ്ക്ക് യോജിച്ചതല്ല. ഗതികെട്ട് നിൽക്കുന്ന ജനങ്ങളെ വെല്ലുവിളിക്കുന്നത് ഇങ്ങനെയാണോ ഒരു മന്ത്രി പ്രവർത്തിക്കേണ്ടത്? ഇത്തരം വാർത്തകൾ നിരവധി വരാനുണ്ട് ഇന്നത്തെ ദിവസം തന്നെ. അതോടൊപ്പം തന്നെ ബേലൂർ മഖിനെ പിടിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. അതും ഇതുവരെയും വിജയത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. വയനാട് MP രാഹുൽ ഗാന്ധി ജോഡോ യാത്ര നിർത്തി ഇന്ന് വയനാട് സന്ദർശനത്തിന് എത്തിയിട്ടുണ്ട്. വന്യജീവി കാട്ടാനയുടെ ആക്രമണത്തിലും കടുവയുടെ ആക്രമണത്തിലും കൊല്ലപ്പെട്ടവരുടെ വീടുകൾ അദ്ദേഹം സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒപ്പം ലോക്സഭയിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക, CPMൻ്റെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്കും അവസാനഘട്ട ചർച്ചകളിൽ ജില്ലാ കമ്മിറ്റികളിൽ നടക്കുകയാണ്. ഇന്ന് ഏറെക്കുറെ അതിന് ഒരു അന്തിമ രൂപം നമുക്ക് ലഭ്യമാകും എന്നും പ്രതീക്ഷിക്കുന്നു. എന്തായാലും രാവിലെ പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കുന്നു. കാട്ടാന ആക്രമണങ്ങളിൽ പ്രതിഷേധം ശക്തം. മന്ത്രിതല സംഘം 20-ന് വയനാട് സന്ദർശിക്കും. പുൽപ്പള്ളിയിൽ നിരോധനാജ്ഞ തുടരുന്നു. വയനാട്ടുകാരെ വെല്ലുവിളിച്ച് വനം മന്ത്രി. ജനങ്ങളോടല്ല, ഉത്തരവാദിത്തപ്പെട്ടവരോടാണ് സംസാരിക്കേണ്ടതെന്ന് ശശീന്ദ്രൻ. പ്രശ്നം പരിഹരിക്കാൻ വയനാട്ടിൽ പോകേണ്ടതില്ലെന്നും മന്ത്രി. അവിടെ മന്ത്രി പോയതുകൊണ്ട് പ്രശ്നം പരിഹരിക്കുമോ? ഇല്ല. എന്നാൽ മന്ത്രി പോകണ്ടേ? പോകണം. അവിടെ CCFനെ വെച്ചുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കും? ഇല്ല. എന്നാൽ പ്രത്യേകം അവിടെ വെക്കണ്ടേ? ഇതിപ്പോൾ ആരുടെ നേതൃത്വത്തിലാണ് ഈ സമയം? ജനങ്ങളാണ് നേതൃത്വം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ. പക്ഷേ ഞാൻ കേട്ടത് പല വാട്സപ്പ് ഗ്രൂപ്പുകളും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. പക്ഷേ അതിന് വ്യക്തമായ ഒരു തെളിവൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. സർക്കാരിനെതിരെ ബിഷപ്പ് പാംപ്ലാനി. കർഷകരുടെ പ്രതിഷേധം സർക്കാർ കേൾക്കുന്നില്ല. വനം വകുപ്പിൻ്റേത് കർഷക വിരുദ്ധ സമീപനം. സാധാരണക്കാരന്റെ ജീവന് വിലയില്ലേ എന്നും ബിഷപ്പ്. സ്ഥാനാർത്ഥി പട്ടികയുടെ അന്തിമ ചർച്ചകളിൽ CPM. 12 സീറ്റുകളിൽ ധാരണ. ഒരു മന്ത്രിയും 3 MLA-മാരും മത്സരരംഗത്തേക്ക്. ഡൽഹിയിൽ കർഷക സമരം 6ാം ദിവസത്തിൽ. മന്ത്രിതല സമിതിയുമായി ഇന്ന് ചർച്ച. BJP ദേശീയ കൺവെൻഷന് ഇന്ന് ഡൽഹിയിൽ സമാപനം. പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇംഗ്ലണ്ടിനെതിരായ 3ാം ടെസ്റ്റിൽ ഇന്ത്യ മികച്ച നിലയിൽ. യശസ്വി ജയ്സ്വാളിന് സെഞ്ചുറി. വിശദമായ വാർത്തകളിലേക്ക് തന്നെ കടക്കാം. വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിച്ച് രാഹുൽ ഗാന്ധി. ബേലൂർ മഖിനയുടെ ചവിട്ടേറ്റ് മരിച്ച അജീഷിന്റെ വീടാണ് രാഹുൽ ആദ്യം സന്ദർശിച്ചത്. കുടുംബാംഗങ്ങളുമായും രാഹുൽ സംസാരിച്ചു. രാഹുലിന്റെ മുന്നിൽ ജനങ്ങൾ പ്രശ്നങ്ങൾ നേരിട്ട് അവതരിപ്പിച്ചു. देखिए यहाँ पर हिरण आता है, हाथी आता है, कुछ नहीं करता है। ये कोई लोगों को नुकसान करने वाला चीज को कोई यहाँ प्रॉब्लम नहीं है, सारे सुरक्षा है यहाँ। कोई अभी देखो सर, ये जो हाथी के बारे में जो बता रहा है, इसका डाटिंग प्रोसीजर हो रहा है, 8-9 दिन से हो रहा है, लेकिन कोई आप हेली की मदद ले सकता है। यहाँ कोई नेता या कोई मंत्री का कोई तकलीफ आ गया, तुरंत हेली आ जाती है। इस मिशन के लिए जंगली इलाके में सबसे अच्छा हेलीकॉप्टर है। हमने देखा है कि नेशनल जियोग्राफी के वाइल्ड चैनल में हमने हमेशा टीवी में देखा है। ये पॉसिबल है और फास्ट है। इतने दिन ड्रामा करने की कोई जरूरत नहीं है। लोगों को जान की कोई परवाह नहीं है। सारी कोई घटना घटी तुरंत भाग जाते हैं, लोगों को अटेंड नहीं करते।
और इस इलाके में जंगली सुअर को मारने के लिए इतनी सारा कानून बना दिया कि और इंसान को मार दिया तो कोई प्रॉब्लम नहीं है, लेकिन एक पत्थर उठाकर किसी जंगली जानवर को मार दिया तो सीधा जेल। या अपने खेत में आकर के हिरण या खरगोश मर गया, तुरंत अंदर चला गया, वो पूरा परिवार बर्बाद होता है। सर इसके आप हमने बात की है जी सरकार को चिट्ठी लिखेंगे जी कार्रवाई करवाएंगे, उन पर प्रेशर डालेंगे जी। आपको अब लास्ट में सर एक बात और कानून आपको पता है कि आप पार्लियामेंट के मेंबर है, आपको कानून बदलने का आप प्रोविजन दे सकते हैं, आप बता सकते हैं कि लोगों की हालत है ये, वहाँ के लिए कम से कम इस कानून को बदलना चाहिए। जो इंसानों से ज्यादा जानवर को सुरक्षा देते हैं और इंसान का जान का कोई सुरक्षा नहीं है। अब इसके लिए सख्ती से आवाज उठाना, ये हमारी गांव लोगों की आवाज है, इस जनता की आवाज है, हमारी और हमारी आने वाले पीढ़ियों का सुरक्षा के लिए। തുടർന്ന് കുറുവ ദ്വീപിലെ ജീവനക്കാരനായ പോളിന്റെ വീടും രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. ഈ വീട് മുന്നോട്ട് പോകാനുള്ള എല്ലാ ആവശ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് വയനാട് മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് ഒരുക്കണം എന്നാണ്. അത് മിനിസ്റ്ററായിട്ട് ചോദിച്ചത് നടപ്പാക്കി തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്റെ പഠനത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എംപി നേരിട്ട് വന്ന് പറയുമ്പോൾ ഒരു വിശ്വാസം, ഇനി മേലിൽ ആർക്കും ഇങ്ങനെ ഗതി വരരുത്. വയനാട്ടിൽ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആർക്കും ഈ വയനാട്ടിൽ ആർക്കും ഇങ്ങനെ വരരുത്. ഞങ്ങളെ പോലെ ഞാനും എന്റെ മോളും കരയുമ്പോൾ ആരും കരയരുത്. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ഇനി നന്നായിട്ട് ആശുപത്രിയിൽ ഡോക്ടർമാർ വേണം, നന്നായിട്ട് നോക്കണം ഡോക്ടർമാർ രോഗിയാണ്. ആശ്വാസം നൽകി ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. നമ്മൾ പോളിൻ്റെ കുടുംബത്തിനെ വനസംരക്ഷണ സമിതിയും അതുപോലെ പിന്നെ വനം ഡിപ്പാർട്ട്മെൻറ്റും ഇതിനു മുമ്പ് സഹായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പോളിൻ്റെ ആ ഒരു കാര്യത്തിൽ നമുക്കിപ്പോൾ കുറുവാതി അടച്ച വലിയൊരു വീഴ്ച തന്നെയാണ്. പക്ഷെ ഇതൊരു കാരണമല്ല, ഇത് ഉപജീവനം നമുക്കത് ഞങ്ങളുടെ ഇത് വേണം. പക്ഷേ ഇതിന് യാതൊരു ഇതുമില്ല. അതായത് കുറുവാദ്വീപും എക്കോ ടൂറിസം സെൻ്ററും അടച്ചിടേണ്ട ഒരു ആവശ്യമില്ല. ഞങ്ങളുടെ 10-40 കുടുംബമാണ്, അതിൽ തന്നെ മുഴുവൻ ആളുകളും SC കുടുംബത്തിൽ രാഹുൽ ഗാന്ധിനോട് ഇത് ഓപ്പൺ ചെയ്യണം. അതുപോലെ തന്നെ ഇത് സംഭവിച്ച കാര്യങ്ങളെ പറ്റി ഞങ്ങൾ ഇത് തുറക്കാനുള്ള മുഴുവൻ 4 എക്കോ സെൻ്ററും തുറന്ന് പ്രവർത്തിക്കാനുള്ള ഇത് ഉണ്ടാകണമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് നമ്മൾ നിവേദനം രാഹുൽ ഗാന്ധി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് പോളിൻ്റെ കുടുംബത്തെ നമ്മൾ എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നത് വനസംരക്ഷണ സമിതി കാലാകാലങ്ങളായിട്ട് പോളിൻ്റെ കുടുംബത്തെ ഞങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് സംഭവിച്ചാൽ പോലും വനസംരക്ഷണ സമിതി ഇടപെടാറുണ്ട്. വർഷങ്ങളോളം ഞങ്ങളിപ്പം വളരെ ദയനീയമാണ്. ഞങ്ങൾക്കൊരു കൃഷി പോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം ഈ കഴിഞ്ഞ വർഷം തന്നെ എനിക്ക് ഏകദേശം ഒരു 5 ലക്ഷം ഉറുപ്പിയോളം കാട്ടാന മാത്രം കളഞ്ഞതാണ്. ഞാനൊരു പോസ്റ്റൽ ജീവനക്കാരനും കൂടിയാണ്, കൂലിപ്പണിക്കാരനാണ്, പോസ്റ്റൽ തപാലിൽ ED-കാരനാണ്. എന്നെ കാട്ടാന ചവിട്ടി കൂട്ടി ഇവിടെ ഇട്ടതാണ്. എന്നിട്ട് ആ ഫോറസ്റ്റുകാർ ആകെ കണ്ടത് 1622 രൂപയാണ് അവരാകെ എനിക്ക് വിലയിട്ടത്. ഇന്ന് വരെ ജീവന വില ഇട്ട് അത് ഇന്ന് വരെ വാങ്ങിയിട്ടുമില്ല. ഞാൻ 1262 രൂപ. പിന്നെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് ലീവ് വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അതൊക്കെ പോയിക്കോട്ടെ, അത് ഞങ്ങൾക്ക് വിഷയം. പക്ഷെ ഞങ്ങൾക്കൊന്ന് പുറത്തിറങ്ങി നടക്കാൻ ഒരു 6 മണി മുതൽ 6 മണി വരെ ഈ റോഡിൽ കൂടെ നടക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവണമെന്നാണ് പറയുന്നത്. എൻ്റെ ഡ്യൂട്ടി മുഴുവൻ ഈ ഫോറസ്റ്റ് കൂടെ തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം നിങ്ങൾക്ക് എത്ര ആശ്വാസമാകുന്നുണ്ട്? ഒന്നും വേണ്ടുന്ന രാഹുൽ ഗാന്ധി അല്ല, അത് ഒരു നിയമത്തിന്റെ ഇതിൽ കിടക്കുകയാണ്. അയാൾക്ക് വന്നു പോകുക എന്നുള്ള ആ ഒരു ഇത് കഴിയുള്ളൂ. കാരണം ഒരു MP നിലയ്ക്ക് അയാൾക്ക് ഒരു പരിമിതികളൊക്കെ ഉണ്ട്. ആ പരിമിതികൾക്ക് അപ്പുറത്തൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് ഫോറസ്റ്റ് നിയമമാണ്. ഈ റോഡ് വീതി കൂട്ടുമ്പോൾ പറയും ഫോറസ്റ്റുകാർ പറഞ്ഞാൽ വീതി കൂട്ടണ്ട, അത് ഞങ്ങളതാണെന്ന് പറയും. അപ്പോൾ അവർക്ക് കേന്ദ്ര നിയമവും, അത് കഴിഞ്ഞാൽ അവർ ഈ റോഡ് കൂടെ പോകുന്നതിന് അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. അതാണ് ഒരു അവസ്ഥ. മുടക്കൊല്ലിയിൽ കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ വീടും രാഹുൽ ഗാന്ധി സന്ദർശിക്കും. തുടർന്ന് അവലോകന യോഗത്തിലും പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, ഈ വയനാട്ടിൽ പ്രതിഷേധം ശക്തമാവുകയും ഈ പ്രശ്നത്തിന് പരിഹാരമില്ലാതെ ഇപ്പോഴും ഭീഷണിയായി നിൽക്കുന്ന മോഴയാനെ അടക്കം പിടിക്കാൻ കഴിയാത്ത അവസ്ഥയുമെല്ലാം കണ്ടുകൊണ്ടാണോ ജോഡോ യാത്ര നിർത്തി വയനാടിൻ്റെ MP അവിടേക്ക് എത്തിയത്? കിരൺ, നമുക്കറിയാം വയനാട് മുൻപൊന്നും നേരിട്ടാത്ത വലിയ ഒരു പ്രതിസന്ധിയാണ് നേരിടുന്നത്. 3 ആഴ്ചക്കിടയിൽ 3 പേരാണ് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചത്. വലിയ ആശങ്കയിലാണ് ഈ നാടുള്ളത്. അവർക്ക് വലിയ പ്രതിഷേധമുണ്ട്, പരാതിയുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ ഇവിടെ നിന്നുള്ള ഓരോ പ്രതിഷേധങ്ങളും ജനങ്ങൾക്ക് പറയാനുള്ളതും കാണുന്നതാണ്. ആ ഒരു ഘട്ടത്തിൽ ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിൽ നാടിനൊപ്പം നിൽക്കുക എന്നത് ഒരു ജനപ്രതിനിധി തന്റെ കടമയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാഹുൽ ഇവിടേക്ക് എത്തുകയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ ന്യായ് ജോഡോ യാത്രയ്ക്കുള്ള പ്രാധാന്യം
പ്രാധാന്യം. അതിനിടയിൽ അദ്ദേഹം സമയമുണ്ടാക്കി ഈ രാഹുൽ ഗാന്ധി ഇവിടേക്ക് എത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ 7:30 അദ്ദേഹം അജീഷിന്റെ വീട്ടിലാണ് ആദ്യം എത്തിയത്. അവിടെ അദ്ദേഹം അരമണിക്കൂറോളം സമയം ചെലവഴിച്ചു. കുടുംബാംഗങ്ങളുമായി അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം പോളിന്റെ വീട്ടിലെത്തി. അവിടെയും അദ്ദേഹം അല്പസമയം ചെലവഴിച്ചു. കുടുംബത്തിന് വേണ്ട എല്ലാ പിന്തുണയും, പ്രത്യേകിച്ച് മകൾക്കും വേണ്ട പഠനത്തിന് വേണ്ട സൗകര്യങ്ങളും കുടുംബത്തിന്റെ ഈ ഒരു ഉപജീവനത്തിന് വേണ്ട സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാവർക്കും രാഹുലിനോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, ഈ പ്രദേശത്തെ വന്യജീവി ശല്യത്തിന് മോചിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. അതിനുവേണ്ട നിയമ സഹായങ്ങൾ നൽകണം. നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള സഹായങ്ങൾ നൽകണം. കേന്ദ്രത്തിന്റെ നിയമമാണ്. സ്വാഭാവികമായിട്ടും സർക്കാരിന് മാത്രം കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ അതിൽ അത്യാവശ്യമാണ്. സംസ്ഥാന സർക്കാരിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഇടപെടൽ ഒരു MP എന്ന നിലയിൽ നിർവഹിക്കണമെന്ന അഭ്യർത്ഥനയാണ് ഇവിടെ ഈ ഒരു പരാതിയുമായി അദ്ദേഹത്തിന് മുമ്പിലെത്തി എല്ലാവരും ഒരേപോലെ തന്നെ ആവശ്യപ്പെട്ടത്. ഒപ്പം തന്നെ വയനാട്ടിലെ ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യവും രാഹുലിന് മുമ്പിൽ അവർ ഉന്നയിച്ചു. എന്താണെങ്കിലും രാഹുൽ ഇപ്പോൾ പ്രജീഷിന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം ജില്ലാ കളക്ടർ പങ്കെടുക്കുന്ന അവലോകനത്തിൽ ചേരും. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയുടെ ഈ സന്ദർശനം ഈ ഒരു നാടിന് നൽകുന്ന ഒരു പ്രതീക്ഷയും ആശ്വാസവുമുണ്ട്. കാരണം അദ്ദേഹം കേന്ദ്ര തലത്തിൽ ഇടപെട്ട് ഒരു നടപടി ഈ ഒരു പ്രശ്നത്തിൽ സ്വീകരിക്കുന്ന ഒരു പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്. പക്ഷേ നിയമത്തിന്റെ പരിമിതിയുണ്ട്. അദ്ദേഹത്തിന് ഒരു MP എന്ന നിലയിൽ ഇടപെടാവുന്നതിന്റെ പരിമിതി ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഇവിടെ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ മന്ത്രിമാരാരും ഇവിടെ എത്തിയിട്ടില്ല എന്ന പരാതി വ്യാപകമായിട്ട് ഉയരുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് രാഹുലിന്റെ ഈ സന്ദർശനം എന്നതും വളരെ ശ്രദ്ധേയമാണ്. എന്നാണെങ്കിലും അദ്ദേഹം 11:30 മാധ്യമങ്ങളെ കാണും എന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി നമുക്ക്. അനുമോദ, വാർത്തയിലേക്ക് തന്നെ മടങ്ങി വരാം. കേന്ദ്രമന്ത്രി V. മുരളീധരൻ വയനാട്ടിൽ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക്. പിണറായി വിജയനും കൂട്ടുകാരും മാത്രമല്ല, നമ്മുടെ വയനാട് MP ഇന്ന് അവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. അദ്ദേഹം ഇപ്പോഴെങ്കിലും എത്തിയത് നന്നായി. അദ്ദേഹം ഇത്രയും കാലം ഈ മെഡിക്കൽ കോളേജിന്റെ കാര്യം അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലല്ലേ, ആ മണ്ഡലത്തിൽ അദ്ദേഹം മെഡിക്കൽ കോളേജ് എന്തുകൊണ്ട് ഉണ്ടായില്ല, അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുന്നതിന് എന്തായിരുന്നു പ്രശ്നം, ഈ കാര്യങ്ങളൊക്കെയല്ലേ ഒരു MP നോക്കേണ്ടത്. അതല്ലാതെ അദ്ദേഹം ജീപ്പ് കയറുന്നു, ജീപ്പിന്റെ ബോണറ്റിൽ കയറുന്നു, ഇതുപോലെയുള്ള പല കലാപരിപാടികളും, ഈ കലാപരിപാടികൾ നടക്കുന്നതിന് പകരം ജനങ്ങളുടെ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. അതുകൊണ്ട് ഈ വനം മന്ത്രിയെ പുറത്താക്കണം. മുഖ്യമന്ത്രി അത് രാജിവെച്ച് പോകുന്നില്ല, പുറത്താക്കണം. ഇങ്ങനെ ഒരു മന്ത്രിക്ക് വേണ്ടിയിട്ട് ജനത്തിന്റെ നികുതി പണം ചെലവാക്കേണ്ട ഒരാവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങൾ എന്തുകൊണ്ട് പാലിച്ചില്ല എന്നുള്ളത് സർക്കാർ വിശദീകരിക്കണം. മൂന്നാമത്തെ കാര്യം, മുഖ്യമന്ത്രി ഈ കോഴിക്കോട് ഇരുന്ന് 18 ലക്ഷം രൂപ ചെലവാക്കി അവിടെ വിദ്യാർത്ഥികളുമായിട്ട് നടത്തുന്ന ഈ മുഖാമുഖം അത് നടത്തിക്കോ, അത് കഴിഞ്ഞിട്ടെങ്കിലും വയനാട്ടിൽ പോയി ജനങ്ങളെ ആശ്വസിപ്പിക്കും. പ്രമേയം പാസാക്കുന്നതിന് മുമ്പ് തന്നെ കേന്ദ്രം കൊടുത്ത നിർദ്ദേശമുണ്ടല്ലോ. കേന്ദ്രം കൊടുത്ത പണം ചെലവഴിച്ചിട്ടില്ല. 48 കോടി കൊടുത്തത് ചെലവഴിച്ചിട്ടില്ല. 2, കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള നിരവധി പദ്ധതികൾ, എലിഫന്റ് പ്രോജക്ട് കേന്ദ്ര സർക്കാർ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കിടങ്ങുകൾ കുഴിക്കുക, മുള്ളുവേലി കെട്ടുക, വൈദ്യുതിയുള്ള കമ്പി സ്ഥാപിക്കുക, വനത്തിൽ മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം അവിടെ അവർക്ക് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പെരിയാർ ടൈഗർ റിസർവും അതുപോലെ കേന്ദ്ര സർക്കാർ നേരിട്ട് സംരക്ഷിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ തന്നെ. അവിടെയൊന്നും ഈ കാട്ടാന ശല്യമില്ല. കാരണം അവിടെ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിൽ ആ പരിപാലനം മുഴുവൻ നടക്കുന്നുണ്ട്. സൈലന്റ് വാലി ആണെങ്കിലും പെരിയാർ ടൈഗർ റിസർവ് ആണെങ്കിലും അവിടെയൊന്നും ഈ പ്രശ്നങ്ങളില്ല. ഈ പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിന്റെ പേരിൽ മാത്രമാണ് ഉണ്ടാകുന്നത്. ആ പണമടക്കം ചെലവഴിക്കുന്നില്ല. ഉണ്ട്, തിരുവനന്തപുരത്തുണ്ട്. അതെ അതെ, സർവകക്ഷി യോഗത്തില് ആനയും കടുവയൊന്നും വരില്ലല്ലോ. അല്ല, ചർച്ച ചെയ്യാനില്ല. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക മാത്രം ചെയ്താൽ മതി. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക, കൊടുത്ത പണം ചെലവഴിക്കുക. കൊടുത്ത പണം ചെലവഴിക്കാതെ ഇപ്പൊ ശശീന്ദ്രൻ പറഞ്ഞത് ഞങ്ങൾ 650 കോടിയുടെ പദ്ധതി സമർപ്പിച്ചു, കേന്ദ്രം അംഗീകരിച്ചിട്ടില്ല എന്നാണ്.
650 കോടി ചെലവാക്കുന്നതിന് പകരം ആദ്യം കൊടുത്ത 50 കോടി ചെലവാക്കട്ടെ. അല്ല, സർവകക്ഷി യോഗം വിളിക്കുന്നതിൽ ഒരു വിരോധമില്ല എനിക്ക്. സർവകക്ഷി യോഗത്തിന്റെ പ്രശ്നം വരുന്നത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമ്പോഴും അതുപോലെ എങ്ങനെയാണ് ഇത് നേരിടേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തതയില്ലാത്തപ്പോഴും. ഇവിടെ വ്യക്തതയില്ലായ്മയില്ല. കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. 2021-ലും 2022-ലും ഒക്കെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ കൊടുത്ത നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തിലെ പ്രശ്നം. അതുകൊണ്ടല്ല, അത് മുള്ളൻ പന്നിയുടെ കാര്യത്തിലാണ് ആ പ്രശ്നം. ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കണം. ഇവിടെ ഇപ്പം മുള്ളൻ പന്നി അല്ലല്ലോ പ്രശ്നം ഉണ്ടാക്കുന്നത്. പ്രശ്നം ഉണ്ടാക്കുന്നത് ആനയും കടുവയാണ്. ആനയും കടുവയെ നേരിടാൻ വേണ്ടിയിട്ട് മുള്ളൻ പന്നിയുടെ നിയമം ഭേദഗതി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ? ആനയും കടുവയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ആനയും കടുവയുടെയും പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങൾ. കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് വയനാട് വിഷയത്തിൽ പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രതികരണം, രാഹുൽ ഗാന്ധി അവിടെ മെഡിക്കൽ കോളേജിന്റെ സംവിധാനം ഒരുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം MP പ്രവർത്തിക്കേണ്ടത്, അല്ലാതെ അദ്ദേഹത്തെ മറ്റ് പ്രവർത്തനങ്ങളല്ല നടത്തേണ്ടത്. അതോടെ കേരള സർക്കാരിന് കേന്ദ്രം പണം നൽകിയിട്ടുണ്ട്, ആ പണമൊന്നും ചെലവഴിച്ചിട്ടില്ല എന്നുള്ള ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നു. എന്തായാലും സർവകക്ഷി യോഗം നടക്കുന്നതിനും കാര്യമില്ല. സർവകക്ഷി യോഗം കൊണ്ടും പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ തീരുമാനമൊന്നും ഉണ്ടാവില്ല. കേന്ദ്ര നിർദ്ദേശം പാലിക്കുകയാണ് വേണ്ടത് എന്നുള്ള വിഷയം കൂടിയാണ് അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. വാർത്തയിൽ തുടർന്നു CV അനുമോദ് തുടരുന്നുണ്ട്. അടുത്ത വാർത്തയിലേക്ക്. വിവാദ പരാമർശവുമായി വനം മന്ത്രി. പ്രശ്നങ്ങൾ പരിഹരിക്കാനും കാര്യങ്ങൾ ചെയ്യാനും വയനാട്ടിലേക്ക് നേരിട്ട് പോകേണ്ടതില്ലെന്ന് വനം മന്ത്രി. ജനക്കൂട്ടത്തോടല്ല, ഉത്തരവാദിത്തപ്പെട്ടവരോടാണ് സംസാരിക്കേണ്ടതെന്നും AK ശശീന്ദ്രൻ. പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണ്, എന്നാൽ അത് അക്രമാസക്തമാകുന്നത് പ്രശ്നങ്ങൾ സങ്കീർണമാക്കുമെന്നും വനമന്ത്രി പറഞ്ഞു. ഇന്നലെ രാത്രി ഒരു കടുവ ഒരു പശുവിനെ കൂടി ആക്രമിച്ചതായിട്ടാണ് വിവരം കിട്ടിയിട്ടുള്ളത്. കടുവയുടെ കാൽപ്പാടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. പിന്നെ കാൽപ്പാടുകൾ പരിശോധിച്ച് അത് കടുവ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തി ആ ശ്രമങ്ങൾ ഇപ്പോൾ അവിടെ നടന്നു വരുന്നുണ്ട്. വന്യജീവികൾ സ്വാഭാവികമായി വനത്തിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ വന്യജീവികൾ ആക്രമിക്കുമ്പോൾ വനത്തിനല്ലേ പ്രതിക്കൂട്ടിൽ കയറ്റാൻ പറ്റും, മറ്റേതെങ്കിലും വകുപ്പിന് പ്രതിക്കൂട്ടിൽ കയറ്റാൻ പറ്റുമോ? പ്രതിഷേധത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു കാര്യവും നിരോധിക്കാനോ നിഷേധിക്കാനോ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ ഒരുക്കമല്ലല്ലോ. ഞാൻ ആദ്യം മുതൽ പ്രതിഷേധം ന്യായമാണ് എന്ന് തന്നെയാണ്. പക്ഷേ ഞാൻ അതിനകത്തൊരു വ്യത്യാസം പറഞ്ഞിരിക്കുന്നത്, അത് അക്രമാസക്തമായി പോകുമ്പോൾ അത് നമുക്ക് പരിഹാരം കാണാനുള്ള വഴിയല്ല തെളിയുക, കൂടുതൽ പ്രശ്നം സങ്കീർണമാക്കുകയാണ് ചെയ്യുക. അത് ഏതാണ്ട് വയനാട്ടിലെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് പരസ്പരം കൂടിയാലോചിച്ച് പ്രശ്നപരിഹാരം കാണുന്നതാണ് ഉചിതം എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ നിലപാട്. ഏതെങ്കിലും ഒന്നുകൊണ്ട് മാത്രം ഒരു കാര്യവും നടക്കുകയില്ല. എന്നാൽ ഈ പല ഒന്നുകളെ കൂട്ടിച്ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് പരിഹാരം കാണാൻ വേണ്ടി കഴിയും. അതിനാണ് എന്തൊക്കെയാണ്. അപ്പോൾ അവിടെ മന്ത്രി പോയതുകൊണ്ട് പ്രശ്നം പരിഹരിക്കുമോ? ഇല്ല. എന്നാൽ മന്ത്രി പോകണം. അവിടെ CCFനെ വെച്ചുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കുമോ? ഇല്ല. എന്നാൽ പ്രത്യേകം അവിടെ വെക്കണ്ടേ? സമരം അക്രമാസക്തമാകുമ്പോൾ അത് ന്യായമായ സമരമല്ല, പ്രതിഷേധം ന്യായമല്ല. അത് ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കുക. അക്രമാസക്തമാകാൻ പാടില്ല എന്ന അഭ്യർത്ഥന ഞാൻ അവരുടെ മുമ്പാകെ വെച്ചിട്ടുള്ളതാണ്. പക്ഷേ ആരുടെയും നിയന്ത്രണത്തിലായിരിക്കില്ല, മനഃപൂർവ്വമായിരിക്കില്ല. അത് അക്രമാസക്തമായി കഴിഞ്ഞാൽ അതാ ഞാൻ പ്രശ്നം സങ്കീർണമാകുന്നത്. അക്രമാസക്തമാകുമ്പോൾ പ്രശ്നം സങ്കീർണമാകും. ആ സങ്കീർണതയും അവിടെ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഇതിപ്പോൾ ആരുടെ നേതൃത്വത്തിലാണ് ഈ സമരം? ജനങ്ങളാണോ നേതൃത്വം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ. പക്ഷേ ഞാൻ കേട്ടത് പല വാട്സപ്പ് ഗ്രൂപ്പുകളും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. പക്ഷേ അതിന് വ്യക്തമായ ഒരു തെളിവൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെങ്കിൽ ജനക്കൂട്ടത്തോട് സംസാരിച്ച് പ്രശ്നങ്ങളോട് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഉത്തരവാദപ്പെട്ടവരുമായുള്ള ചർച്ച നമ്മൾ നടത്തുന്നത്. ആ ചർച്ചകളിലൂടെ പരിഹാരം കാണാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.
വിവരങ്ങളുമായി MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, സാധാരണഗതിയിൽ ഇങ്ങനെ ജനങ്ങൾ ആകെ ആശങ്കയിൽ നിൽക്കുകയാണ്. സ്വന്തം വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ, ജീവന് തന്നെ ഭീഷണിയായി നിൽക്കുന്നു. സ്വന്തം ഒപ്പമുണ്ടായിരുന്ന പല മനുഷ്യരും മരിച്ചു, വീട്ടിലെ മൃഗങ്ങളടക്കം പലപ്പോഴും കൊല്ലപ്പെടുന്ന അവസ്ഥ. അങ്ങനെ ഒരു ഘട്ടത്തിൽ കൂടുതൽ സംയമനം പാലിക്കേണ്ടത്, അല്ലെങ്കിൽ കൂടുതൽ പക്വതയോടുകൂടി പ്രതികരിക്കേണ്ട ഒരു മന്ത്രിയല്ലേ അദ്ദേഹം? ഇപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ്, ജനങ്ങൾക്കൂട്ടത്തോടല്ല സംസാരിക്കേണ്ടത് എന്നൊക്കെ പറയുന്നത്. കിരൺ, അജീഷ് എന്ന കുടുംബനാഥൻ മരിച്ചിട്ട്, കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ട് ഒരാഴ്ച പിന്നിടുന്നു. ആ ഒരാഴ്ച പിന്നിടുന്ന സമയത്താണ് അടുത്ത വനംവകുപ്പിൻ്റെ ഒരു താൽക്കാലിക ജീവനക്കാരൻ കൂടി ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിനിരയായി മരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ അജീഷ് മരിച്ച അന്ന് തന്നെ വയനാട്ടിലെത്തി കാര്യങ്ങൾ അവിടെ ക്യാമ്പ് ചെയ്ത് ഏകോപിപ്പിക്കേണ്ട മന്ത്രിയാണ് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാമത്തെ മരണവും നടന്നു കഴിയുമ്പോൾ ഇങ്ങനെ പറയുന്നത്. കാരണം ജനങ്ങളുടെ പ്രതിഷേധം വലിയ തോതിൽ ഉയരുകയാണ്. ഈ ജനക്കൂട്ടത്തെ താൻ ഭയപ്പെടുന്നു എന്ന് തന്നെയാണ് മന്ത്രി പറയാതെ പറയുന്നത്. അതുകൊണ്ട് ഈ വികാരപരമായി ആളുകൾ ഇടപെടുമ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇടപെടുന്നതിനേക്കാൾ നല്ലത് ആളുകൾ ശാന്തരായിരിക്കുമ്പോൾ അവിടേക്ക് എത്തുക എന്നതാണ്. അതായത് വയനാടിൻ്റെ ചുമതല കൂടിയുള്ള വനംവകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി അവിടെ ഒരു പ്രശ്നം വരുമ്പോൾ താൻ ഇടപെടില്ല, ജനങ്ങൾ ശാന്തരായി കഴിഞ്ഞ് പ്രശ്നങ്ങളൊക്കെ തീർന്ന ശേഷം താൻ വയനാട്ടിലേക്ക് പോകും എന്നതാണ് അങ്ങേയറ്റം ജനങ്ങളെ വെല്ലുവിളിക്കുന്ന, അല്ലെങ്കിൽ ഒരു മന്ത്രി പദവിയിൽ ഇരുന്നുകൊണ്ട് ഒരിക്കലും അദ്ദേഹം പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. 20-ന് മന്ത്രിതല സംഘം വയനാട്ടിൽ പോയി ജനങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാൻ ഇരിക്കുകയാണ്. അതിനു മുമ്പ് ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന എത്തിയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ സമരക്കാരുടെയൊക്കെ വിമർശനത്തിന് വിധേയമാകുന്നത് മന്ത്രിയാണ്. കാരണം ജനക്കൂട്ടത്തിൽ നിന്നും പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ അവരുടെ എതിർപ്പുകൾ ഉയരുക സ്വാഭാവികമാണ്. പക്ഷേ അത്തരം എതിർപ്പുകളിൽ നിന്നും ജനപ്രതിനിധികൾ ഒളിച്ചോടേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാവുന്നത്. ആദ്യം മുതൽ പ്രതിഷേധങ്ങൾ ന്യായമാണ്, അത് നടക്കട്ടെ എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ അക്രമാസക്തമായ പ്രതിഷേധങ്ങളെയാണ് താൻ എതിർക്കുന്നത്. അത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകും. ചില വാട്സാപ്പ് ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചൊക്കെ ഈ ആക്രമണത്തിന് കലാപാഹ്വാനം ഉയരുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നു. അത് കൂടുതൽ ജനങ്ങളുടെ എതിർപ്പിന് കാരണമാവും എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം അജീഷിൻ്റെ മരണം ഉണ്ടാക്കിയ ആ വലിയ നഷ്ടം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രതിഷേധത്തിൻ്റെ ചൂട് മുമ്പാണ് അടുത്ത പോളിന് ജീവൻ നഷ്ടമായത്. അതിന് തൊട്ടു മുമ്പ് ഒരു ചെറിയ സംശയം, ഈ സ്വാഭാവികമായും ഇത്തരം ഒരു സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങളാകെ ഭീതി നിൽക്കുകയാണ്. അവരുടെ ജീവന് ഭീഷണിയുണ്ട്, അവരുടെ വളർത്തു മൃഗങ്ങളുടെ ജീവന് ഭീഷണിയുണ്ട്, സ്വസ്ഥമായി പുറത്തിറങ്ങാൻ അവർക്കോ മക്കൾക്കോ കഴിയാത്ത അവസ്ഥയുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ജനങ്ങൾ പ്രതികരിക്കുമ്പോൾ ചിലപ്പോൾ ആ പ്രതികരണത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി പല ആളുകളും, രാഷ്ട്രീയ താല്പര്യമുള്ളവർ, മറ്റു പല താല്പര്യമുള്ളവരൊക്കെ ശ്രമിച്ചേക്കാം. പക്ഷേ ജനങ്ങൾ പ്രതിഷേധിക്കുന്നതിൻ്റെ കാരണം വളരെ വ്യക്തമല്ലേ? അവർ ആശങ്കയിൽ നിൽക്കുകയല്ലേ? ആ ഒരു ഘട്ടത്തിൽ അതിന് പരിഹാരം കാണേണ്ട മന്ത്രി ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? ഇവർ പ്രതികരിച്ചത് ശരിയായില്ല, അങ്ങനെ പോകരുത് എന്നല്ലല്ലോ. അവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ എന്തു ചെയ്യുന്നു എന്ന് മന്ത്രി എവിടെയും പറയുന്നില്ലല്ലോ. തീർച്ചയായും അത്തരം പ്രതിഷേധങ്ങൾ വരുമ്പോൾ ആ സ്ഥലത്തേക്ക് പോവുക തന്നെയാണ് ചെയ്യേണ്ടത്. പ്രാഥമിക ഘട്ടത്തിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു എതിർപ്പോ പ്രതിഷേധമോ ഒക്കെ ഉണ്ടാവുമെങ്കിലും പിന്നീട് മന്ത്രി അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണം. ആ സമീപകാലത്ത് തന്നെ നമുക്കറിയാം, ശബരിമലയുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ വരുന്നപ്പോൾ മന്ത്രി രാധാകൃഷ്ണൻ ശബരിമലയിലേക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എത്തുകയാണ് ചെയ്തത്. അദ്ദേഹം ശബരിമലയിൽ പോയി ക്യാമ്പ് ചെയ്താണ് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിന്നത്. ഓഖി കാലത്തും മറ്റുമൊക്കെ ഈ തീരദേശ മേഖലകളിൽ ഏറ്റവും അധികം ജനങ്ങൾ പ്രകോപിതരാകുന്ന, ഏറ്റവും അധികം രൂക്ഷമായി മന്ത്രിമാരോടും MLA-മാരോടും MP-മാരോടും ഒക്കെ പ്രതികരിക്കുന്ന ആളുകൾ തീരപ്രദേശങ്ങളിലുള്ളവരാണ്. പക്ഷേ നമുക്കറിയാം, അന്നത്തെ മന്ത്രിമാർ ഒക്കെ ഈ ഓഖി മേഖലകളിൽ പോയി ജനങ്ങളുടെ ശകാരം ആവശ്യത്തിന് ഏറ്റുവാങ്ങിയാണ് അവർ അന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മടങ്ങിയത്. കാരണം ഇത് ജനപ്രതിനിധികളുടെ ഒരു ചുമതലയാണ്. അവർ ഈ ജനങ്ങൾ സന്തോഷിക്കുമ്പോൾ മാത്രം, അല്ലെങ്കിൽ ആഘോഷ പരിപാടികൾ നടക്കുമ്പോൾ മാത്രമല്ല ഒരു സ്ഥലത്തേക്ക് എത്തേണ്ടത്. അവർക്കൊരു പ്രതിസന്ധി വരുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഒരു രോക്ഷം വരുമ്പോൾ അതേറ്റുവാങ്ങാനും ഈ മന്ത്രിമാർ തയ്യാറാവണം. അല്ലാതെ ഒരു സുഖകരമായ ഒരു കംഫർട്ട് സോണിൽ ഇരുന്നല്ല ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത്. താൻ വയനാട്ടിലേക്ക് വന്നില്ലെങ്കിലും തിരുവനന്തപുരത്ത് ഇരുന്നാലും അല്ലെങ്കിൽ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ ഇരുന്നാലും താൻ കൃത്യമായി കാര്യങ്ങൾ അവലോകനം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നൊരു മന്ത്രി പറയുന്നത് അങ്ങേയറ്റം വേദനാജനകമെന്നാണ് വയനാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് കൂടുതൽ എതിർപ്പ് ഈ മന്ത്രിതല സമിതിക്ക് അല്ലെങ്കിൽ ഉന്നതതല യോഗത്തിനൊക്കെ 20-ന് മന്ത്രി വയനാട്ടിലേക്ക് എത്തുമ്പോൾ വയനാട്ടുകാർ ഏത് രീതിയിലാവും പ്രതികരിക്കുക എന്നത് നമുക്ക് ഇപ്പോൾ പോലും പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ് ഈ മന്ത്രി
കെ ശശീന്ദ്രൻ്റെ ഈ പ്രസ്താവന. അദ്ദേഹത്തിൻ്റെ രാജി എന്ന ആവശ്യം പ്രതിപക്ഷം നിലവിൽ തന്നെ മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിനെ വഴിതടയുമെന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ അറിയിച്ചിരിക്കുന്നു. അങ്ങനെ വലിയ പ്രതിഷേധം അദ്ദേഹത്തിന് നേരെ ഉയരും എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടത്. ഇപ്പോഴും നമ്മൾ പറയുന്നു, അജീഷിൻ്റെ മരണം നടന്ന അന്ന് തന്നെ ചുരം കയറി മന്ത്രി മുകളിലേക്ക് വരേണ്ടതായിരുന്നു. അവിടെ വരുന്ന ന്യായമായ പ്രതിഷേധങ്ങൾ കാണുക, അതിനുശേഷം ഓപ്പറേഷൻ വേലൂർ മഗ്ന അടക്കമുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കുക, മറ്റു കാര്യങ്ങളിലും ഇടപെട്ട് അദ്ദേഹം അവിടെ തന്നെ നിൽക്കേണ്ടതായിരുന്നു. പക്ഷേ ഈ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിൽ ഈ അക്രമോത്സുകരായ ആളുകൾക്ക് മുന്നിൽ തനിക്കൊന്നും ചെയ്യാനില്ല എന്ന് അദ്ദേഹം പറയുന്നത് അങ്ങേയറ്റം നിരുത്തരവാദപരമായ സമീപനമാണ്. ജനങ്ങളെ കേൾക്കേണ്ടത്, ജനങ്ങളുടെ ആവലാതികൾ കേൾക്കേണ്ടതൊക്കെ ഒരു ജനപ്രതിനിധിയുടെ അല്ലെങ്കിൽ ആ ജില്ലയുടെ കൂടെ ചുമതലയുള്ള മന്ത്രിയുടെ ഒരു കർത്തവ്യമായിരുന്നു, ആ ചുമതലയായിരുന്നു. അത് പരിഹരിക്കുന്നതിൽ അല്ലെങ്കിൽ അത് നിർവഹിക്കുന്നതിൽ അങ്ങേയറ്റം പരാജയമാണ് മന്ത്രി ഇക്കാര്യത്തിൽ. വയനാട്ടിലെ വന്യമൃഗാക്രമണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ മന്ത്രി അങ്ങേയറ്റം ഒരു പരാജയമായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു സംശയവും യാതൊരു ഖേദവും തോന്നേണ്ടതില്ല. കിരൺ, അവിടെ എങ്ങനെയാണ് കൂടുതൽ പ്രതിഷേധത്തിലേക്കൊക്കെ ജനങ്ങൾ നീങ്ങുന്നതെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പല സംഘടനകളുടെ നേതൃത്വത്തിലുമെല്ലാം സ്വാഭാവികമാണ് ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പ്രതിഷേധം ശക്തമാകാൻ സാധ്യതയുണ്ട്. പള്ളികൾ കേന്ദ്രീകരിച്ചും എല്ലാം പ്രതിഷേധം ഉണ്ടാവുമെന്ന് പറയുന്നു. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? കിരൺ, തീർച്ചയായും ഈ അജീഷിൻ്റെ മരണത്തിന് തൊട്ട് മുമ്പാണ് പ്രജീഷിനെ കടുവ ഭക്ഷിച്ചത്. അതിനുശേഷം അജീഷിൻ്റെ മരണം ഉണ്ടാകുന്നു. അതിൻ്റെ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഒരു വീട്ടമ്മ തലനാരിഴയ്ക്ക് കടുവയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. തൊട്ടു പിന്നാലെ കന്നുകാലിയെ കടുവ കൊല്ലുന്നു. ഇന്നലെ കൂടെ കടുവ കന്നുകാലിയെ ആക്രമിക്കുന്നു. ഒരു യാത്രക്കാരൻ തലനാരിഴയ്ക്ക് ഈ കടുവയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്നു. ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ഓരോരോ കാര്യങ്ങളായി വയനാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജനജീവിതം അങ്ങേയറ്റം ദുസ്സഹമായ സാഹചര്യം. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും നഷ്ടപരിഹാരത്തിൻ്റെ തുകയെപ്പറ്റി പറയുന്നു, മരിച്ചയാളുടെ കടബാധ്യത തീർക്കുന്നതിനെ കുറിച്ച് പറയുന്നു, അവരുടെ കുടുംബത്തിൻ്റെ വിദ്യാഭ്യാസത്തെ പറ്റി പറയുന്നു. എന്നതിനപ്പുറം എങ്ങനെ ശാശ്വതമായി ഈ വന്യമൃഗ ശല്യം പരിഹരിക്കാം എന്ന ഒരു നിർദ്ദേശവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. ഇന്ന് പുൽപ്പള്ളിയിലാണെങ്കിൽ നാളെ മാനന്തവാടിയിലാണെങ്കിൽ മറ്റന്നാൾ കൽപ്പറ്റയിൽ. എന്ത് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സർക്കാരിന് ഇപ്പോഴും മറുപടിയില്ല. വനമന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ള വിശദീകരണമോടെ ആളുകൾ ബഹളം വെക്കുന്നു, ആളുകൾ അക്രമാസക്തരാകുന്നു, അതിനെതിരെ നടപടി വേണ്ടിവരും, അതിന് വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് എന്നൊക്കെയാണ്. ഇതൊക്കെ സ്വാഭാവികമാണ്. നാട്ടിൽ എവിടെ പ്രശ്നങ്ങളുണ്ടായാലും പ്രതിസന്ധികളുണ്ടായാലും അതിന് സമരം ചെയ്യുന്ന സ്വാഭാവിക ആളുകൾക്കൊപ്പം അതിനെ ശക്തിപ്പെടുത്താനുള്ള ആളുകളും ഒക്കെ ചേരും. പക്ഷേ എന്തുകൊണ്ടാണ് ആളുകൾ ഇത്തരം ഒരു സമരത്തിലേക്ക് നീങ്ങുന്നത്? അതിന് പരിഹാരം കാണലാണ് ഭരണാധികാരികളുടെ ഉത്തരവാദിത്തം. അത് കാണേണ്ട മന്ത്രിയാണ് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന മട്ടിൽ ജനക്കൂട്ടത്തോടല്ല എനിക്ക് സംസാരിക്കേണ്ടത്, ഉദ്യോഗസ്ഥരോടാണ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരോടാണ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഉത്തരവാദിത്തപ്പെട്ടവർ ആ ജനങ്ങൾ തന്നെയാണ്. അവരുടെ പ്രശ്നത്തിനാണ് പരിഹാരം കാണേണ്ടത്. അതിന് ഒന്നാമത്തെ ഉത്തരവാദിത്തമുള്ളയാൾ തന്നെയാണ് വനം മന്ത്രി. അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ജനങ്ങളെ വെല്ലുവിളിക്കുക കൂടി ചെയ്യുന്നു നമ്മുടെ വനമന്ത്രി കെ ശശീന്ദ്രൻ. ഇതുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തയിലേക്ക്. വയനാട്ടിൽ ആളെ ചവിട്ടിക്കൊന്ന മോഴയാന വേലൂർ മഖനെ പിടികൂടാനുള്ള ശ്രമം തുടരുകയാണ്. അതേസമയം പുൽപ്പള്ളിയിലെ അക്രമ സംഭവങ്ങളിൽ പോലീസ് കേസെടുക്കും. പോലീസ് ഉദ്യോഗസ്ഥരെ കല്ലെറിഞ്ഞതിനും വാഹനം ആക്രമിച്ചതിനുമാണ് കേസെടുക്കുക. ഇതിനിടെ വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവ ഇറങ്ങി. ഐക്കരക്കുഴിയിൽ പശുക്കിടാവിനെ കടുവ പിടികൂടിയെങ്കിലും വീട്ടുകാരെ കണ്ടതോടെ സമീപത്തെ തോട്ടിലേക്ക് കയറിപ്പോയി. വന്യജീവി ആക്രമണം തുടരുന്നതിനിടെ പ്രതിഷേധവുമായി മാനന്തവാടി രൂപത. വ്യാഴാഴ്ച കൽപ്പറ്റയിൽ ഏകദിന ഉപവാസം നടത്താനും പ്രതിഷേധ റാലി സംഘടിപ്പിക്കാനും കത്തോലിക്ക കോൺഗ്രസും തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ജിൻസ് തോട്ടുകരയാണ് ചേരുന്നത്. ജിൻസ്, അവിടെ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് ജനം, വലിയ ഭീതിയിലാണ് ജനം നിൽക്കുന്നതല്ലേ? തീർച്ചയായും വലിയ വന്യമൃഗശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു ജനതയുടെ വികാരമാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ നമ്മൾ പുൽപ്പള്ളിയിൽ കണ്ടത്. അതേസമയം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും പ്രക്ഷോഭവും എല്ലാം നടക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് നിലവിൽ നടക്കുന്നത്. ഇന്നലെ രാത്രി ഈ പ്രക്ഷോഭങ്ങൾക്കെല്ലാം ഒടുവിൽ ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു പുൽപ്പള്ളിയിൽ വീണ്ടും ഒരു കടുവയുടെ ആക്രമണം ഉണ്ടായത്. ആശ്രയക്കൊല്ലി ഐക്കരക്കുടിയിൽ എൽദോസിന്റെ തൊഴുത്തിൽ കെട്ടിയ പശുക്കിടാവിനെയായിരുന്നു ഈ കടുവ കൊലപ്പെടുത്തിയത്. അതിനുശേഷം ഈ കടുവയെ നാട്ടുകാർ കാണുകയും ചെയ്തു. കടുവയുടെ കാൽപ്പാടുകളും ഈ സമീപത്തെ തോട്ടത്തിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞു. ഇന്നലെ അനീഷ് എന്ന് പറയുന്ന പ്രദേശവാസി ഈ കടുവയെ നേരിൽ കാണുകയും തലനാരിഴയ്ക്കായിരുന്നു രക്ഷപ്പെട്ടത്. ഉടനെ തന്നെ ഇയാളെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ സമാനമായ സംഭവം ഈ പ്രദേശത്തുണ്ടായിരുന്നു. കടുവയുടെ ആക്രമണത്തിൽ ഒരു പശു കൊല്ലപ്പെടുകയും ആ പശുവിനെ വെച്ചായിരുന്നു ഇന്നലെ ഈ പുൽപ്പള്ളിയിലടക്കം ജനങ്ങൾ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും
ഇതേ സമയം തന്നെ ഇപ്പോൾ നിലവിൽ മാനന്തവാടി രൂപതയുടെ നേതൃത്വത്തിലും ഇപ്പോൾ പ്രതിഷേധം ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്ന് ഇടവകളിൽ മാനന്തവാടി രൂപതയുടെ കീഴിലുള്ള എല്ലാ ഇടവകളിലും കുർബാനകൾക്ക് ശേഷം പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചിരുന്നു. ഈ വർദ്ധിച്ചു വരുന്ന വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നും വയനാടൻ ജനതയെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഈ പ്രതിഷേധം. മാനന്തവാടി രൂപത ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടമായിരുന്നു ഇത് സംബന്ധിച്ച് ഇന്നലെ സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വന്യമൃഗശല്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ മാസം 22-ന് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൽപ്പറ്റയിൽ ഉപവാസ സമരവും അതുപോലെ തന്നെ പ്രതിഷേധ റാലിയും എല്ലാം സംഘടിപ്പിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരിക്കും ഇത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കിരൺ, ഈ ജനങ്ങൾ എന്താണ് ഇതിൽ പ്രധാനമായും ആവശ്യം ഉന്നയിക്കുന്നത്? ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഇങ്ങനെ ഒരു ഭാഗത്ത് ഒരു ദിവസം ഉണ്ടാകുന്നു, ഈ ബേലൂർ മഖനെ ഇപ്പോഴും പിടികൂടാൻ കഴിയുന്നില്ല, അതിലൊക്കെ എന്താണ് തടസ്സമായി നിൽക്കുന്നത്? നിലവിൽ ഈ ബേലൂർ മഖ്നയെ പിടികൂടാനുള്ള തീവ്ര ശ്രമത്തിൽ തന്നെയാണ് വനം വകുപ്പുള്ളത്. നിലവിൽ ഈ ബേലൂർ മഖ്നയ്ക്കൊപ്പമുള്ള മോഴയാനിയും അതുപോലെ തന്നെ ഈ ഇതിന്റെ സഞ്ചാര വേഗതയും എല്ലാമാണ് നിലവിൽ ഈ വനം വകുപ്പിനെ കൊഴിപ്പിക്കുന്നത്. എന്തായാലും അരുൺ സക്രി അടക്കമുള്ളവരും ഈ കർണാടകയിൽ നിന്നും 25-അംഗ വനപാലകരും അടക്കം 245 ദൗത്യ സംഘമാണ് ഈ ബേലൂർ മഖ്നയ്ക്കായുള്ള ദൗത്യത്തിൽ പങ്കുചേരുന്നത്. എന്തായാലും ഈ ഇത്രയും അജീഷ് കൊല്ലപ്പെട്ട് ഇത്രയും ദിവസമായിട്ട് പോലും ഈ അക്രമകാരിയായിട്ടുള്ള കാട്ടാനയെ പിടികൂടാത്തതിൽ വലിയ രോക്ഷമാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. പുൽപ്പള്ളിയിലടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ സർക്കാരിന് ഇതുവരെ തയ്യാറാകാൻ കഴിയുന്നില്ല. അതിന് അടിയന്തരമായിട്ടുള്ള നടപടി ഉണ്ടാകുന്നില്ല. വാഗ്ദാനങ്ങൾ മാത്രമാണ് പറയുന്നത്. പക്ഷേ വാഗ്ദാനങ്ങൾ പാലിക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും കേന്ദ്രവും സംസ്ഥാനവും അടക്കം ഈ സർക്കാരും അടിയന്തരമായിക്കൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണം എന്നുള്ള കാര്യമാണ് നിലവിൽ ഈ ജനങ്ങൾ ഉന്നയിക്കുന്നത്. ജനങ്ങളുടെ അണപൊട്ടിയ രോക്ഷമായിരുന്നു ഇന്നലെ കണ്ടത്. വർഷങ്ങളായി തുടരുന്ന ആവശ്യമാണ് ഈ കാടും നാടും വേർതിരിച്ചുകൊണ്ട് ഇത്തരത്തിൽ വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നും നാടിനെ രക്ഷിക്കാം. വയനാട്ടിനെ സംബന്ധിച്ചെടുത്ത് പറയുകയാണെങ്കിൽ സാധാരണ തൊഴിലാളികളാണ്, ക്ഷീരകർഷകരാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണവും ഇത് ഭീതിയും എല്ലാം തന്നെ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. കർഷകരെ സംബന്ധിച്ചിടത്തോളം അതിരാവിലെ പാല് കൊടുക്കുന്നതിനോ പുല്ല് വെട്ടുന്നതിനോ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കഴിയുന്നില്ല. വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ മറ്റൊരു വിഷയം, ഇപ്പൊ ഈ ബേലൂർ മഖനെ മാത്രം പിടികൂടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിന് ഒപ്പം ഒരു മോഴയാന കൂടി ഉണ്ടെന്ന് പറയുന്നു. ഒരാനയെ പിടികൂടിയാലും പിന്നെയും ഈ മറ്റേ മോഴയാന വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും എല്ലാം ചെയ്യില്ലേ? സമാനമായ പ്രശ്നം ആവർത്തിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായും ബേലൂർ മഖ്നയോടൊപ്പം ഇത്തരത്തിൽ ഈ മോഴയാനയുള്ളതുമാണ് ഈ ദൗത്യ സംഘത്തിന് ഏറ്റവും വെല്ലുവിളിയാകുന്നത്. എന്തായാലും നിലവിൽ ഈ മോഴയാനയെ മാറ്റിയ ശേഷമായിരിക്കും ഈ ബേലൂർ മഖ്നയെ പിടികൂടാനുള്ള ഒരു നീക്കങ്ങളിലേക്ക് നടക്കുക. ഇന്നലെ പനവല്ലി ഭാഗത്തായിരുന്നു ഈ ആനയുടെ സഞ്ചാരപാത ഉണ്ടായിരുന്നത്. നേരത്തെ ഈ ദൗത്യ സംഘം ഈ കൂടെയുണ്ടായിരുന്ന മോഴയാനയെ മാറ്റുന്നതിനിടെ വീണ്ടും ഈ ബേലൂർ മഖ്ന ഇത്തരത്തിൽ ഈ ദൗത്യ സംഘത്തിന് നേരെ തിരിയുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് പുലർച്ചെ തന്നെ ഈ ദൗത്യ സംഘം കാട്ടിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ ഇതിനെ മയക്കൂടി വെക്കാനുള്ള ഒരു നീക്കവും നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ ആളുകളുടെ ജനരോഷവും ഇപ്പോൾ നമ്മൾ കാണുന്നത്. കിരൺ, ശരി. ജിൻസ് തോട്ടങ്കരയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോഴും അവിടുത്തെ ജനങ്ങൾ ആശങ്കയിൽ തന്നെ നിൽക്കുകയാണ്. ആനയെ ഇപ്പോഴും പിടിക്കാൻ കഴിഞ്ഞില്ല, ഇന്നെങ്കിലും പിടിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇതിനിടയിലാണ് കടുവ ഇറങ്ങുന്നതും. കടുവ ഇറങ്ങി വീണ്ടും കൂടുതൽ, കാട്ടാനേക്കാൾ കൂടുതൽ പലതരത്തിലും ഭീതി ജനിപ്പിക്കുന്ന ഒന്നാണ് അത്. എന്തായാലും പലതരത്തിലുള്ള കടുവയുടെയും ആനയുടെയും എല്ലാം ഭീതിയിൽ നിൽക്കുകയാണ്. അതിനിടയിലാണ് മാനന്തവാടി അതിരൂപത ഇന്ന് പ്രതിഷേധം, ഏകദിന ഉപവാസമടക്കം പ്രതിഷേധ റാലിയും സംഘടിപ്പിക്കാൻ കത്തോലിക്ക കോൺഗ്രസിൻ്റെയും തീരുമാനം. എന്തായാലും വയനാട്ടിൽ പ്രതിഷേധം അതിശക്തമായി തുടരുകയാണ്. ജനങ്ങൾ അത്രത്തോളം ഭീതിയിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. പുറത്തിറങ്ങാൻ കഴിയാത്തത്രത്തോളം ഭീതിയിലാണ് ജനങ്ങൾ നിൽക്കുന്നത്. മറ്റു വാർത്തയിലേക്ക്. സർക്കാരിനെതിരെ ബിഷപ്പ് പാംപ്ലാനി. വാച്ചർ പോളിൻ്റെ മരണത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. സാധാരണ മനുഷ്യൻ്റെ ജീവന് സർക്കാർ നൽകുന്ന വിലയുടെ സൂചനയാണിത്. എയർ ആംബുലൻസ് സൗകര്യം ഒരുക്കിയില്ല. വന്യമൃഗശല്യത്തിൽ കർഷകരുടെ പ്രതിഷേധം സർക്കാർ കേൾക്കുന്നില്ല. വനം വകുപ്പ് കർഷക വിരുദ്ധമായ സമീപനം സ്വീകരിക്കുകയാണെന്നും പാംപ്ലാനി വിമർശിച്ചു. ഒരു മനുഷ്യജീവൻ കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ്. കിടത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു രോഗിയെ ഇരുത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ആംബുലൻസ് വിളിച്ചു വരുത്തുക, എയർ ആംബുലൻസ് വിളിച്ചു വരുത്തുക, അത് എറണാകുളത്ത് പോയി സീറ്റ് നന്നാക്കി വരണമെന്ന് പറയുക, അതിനിടയിൽ റോഡ് മാർഗം കൊണ്ടുപോവുക,
റോഡ് മാർഗം ആശുപത്രിയിൽ എത്തിച്ച ഉടനെ തന്നെ രോഗി ചികിത്സ കിട്ടാതെ മരിക്കുന്ന സാഹചര്യം ഉണ്ടാവുക, ഇതൊക്കെയും ഈ സാധാരണ മനുഷ്യന്റെ ജീവന് സർക്കാർ കൊടുക്കുന്ന വിലയുടെ സൂചന മാത്രമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. മനുഷ്യജീവന് ഈ സംസ്ഥാനത്തുള്ള വില എന്തുമാത്രമുണ്ട് എന്ന ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. അവിടെയും ഇവിടെയും നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, മറിച്ച് അതിഭയാനകമായ മനുഷ്യഹത്യകൾ ഇവിടെ സംഭവിക്കുന്നു എന്നുള്ളത് സങ്കടകരമായ കാര്യം. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ മനുഷ്യർ മരിക്കുന്നത് ഒരു നിത്യസംഭവമായി മലബാർ മേഖലയിൽ മാറിയിരിക്കുന്നു എന്നുള്ളത് ഏറെ ദുഃഖകരമാണ്. നമുക്കറിയാം, ഈ ഒരു വിഷയത്തിൽ എല്ലാ കർഷക സംഘടനകളും കർഷകരും തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. എന്നാൽ അത് ബധിര കർണങ്ങളിലാണ് പതിക്കുന്നത് എന്നും കർഷകർ വീണ്ടും വീണ്ടും കൊല ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത് എന്നുള്ളത് ദുഃഖകരമാണ്. ഏറ്റവും ഒടുവിൽ വനപാലകരിൽ ഒരാൾ തന്നെ ഇപ്രകാരം കൊല്ലപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അദ്ദേഹത്തെ രക്ഷിക്കുവാൻ വേണ്ടത്ര സാധ്യതകൾ വയനാട്ടിൽ ഇല്ലാതെ പോയത് ആ ഒരു മരണം ക്ഷണിച്ചു വരുത്തിയതിന് സമാനമാണ് എന്ന് നമുക്കറിയാം. ഇതുവരെയും കാട്ടുമൃഗങ്ങളുടെ ആക്രമണം സംബന്ധിച്ച വാർത്തകളാണ് വന്നതെങ്കിൽ ഇനി നാട്ടിൽ നിന്നും അത്തരത്തിൽ വാർത്തകൾ വരുന്നു. കോഴിക്കോട് പൂവാട്ടുപറമ്പ് ചെമ്പകശ്ശേരി ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞു. ഇന്നലെ രാത്രി താലപ്പൊലിക്ക് ശേഷമാണ് സംഭവമുണ്ടായത്. ആളുകൾ ചിതറിയോടി. പെട്ടെന്ന് തന്നെ ആനയെ തളയ്ക്കാനായതിനാൽ വലിയ അപകടങ്ങൾ ഒഴിവായി. എന്തായാലും ഉത്സവത്തിനിടെയാണ് ആന ഇടഞ്ഞത്. അത്ഭുതകരമായിട്ടാണ്, നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്, അത്ഭുതകരമായിട്ടാണ് ചിലരെങ്കിലും രക്ഷപ്പെട്ടത്. പെട്ടെന്ന് തന്നെ തളയ്ക്കാൻ കഴിഞ്ഞതുകൊണ്ട് വലിയ അപകടങ്ങൾ ഒഴിവായി. ഒരു ചെറിയ ഇടവേളയിലേക്ക്. Okay then. കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ പ്രോ ചാൻസലർ പങ്കെടുത്തത് നിയമപരമെന്ന് മന്ത്രി ആർ ബിന്ദു. സർവകലാശാലയുടെ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും പ്രകാരമാണ് യോഗം നടന്നത്. നിയമപ്രകാരം പ്രോ ചാൻസലർ വൈസ് ചാൻസലറേക്കാൾ മുകളിലാണെന്നും ആർ ബിന്ദു പറഞ്ഞു. സർവകലാശാലയുടെ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും ഒക്കെ പരിശോധിച്ചാൽ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പ്രോ ചാൻസലർ എന്തായാലും പ്രോട്ടോകോൾ അനുസരിച്ച് വൈസ് ചാൻസലറേക്കാൾ മുകളിലാണല്ലോ. ഞാൻ പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ അദ്ദേഹത്തിന് അധ്യക്ഷത വഹിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അത് യോഗമെല്ലാം നിയമപരമായിട്ട് കൃത്യമായിട്ടാണ് നടന്നിട്ടുള്ളത്. 12 സീറ്റുകളിൽ CPM സ്ഥാനാർത്ഥികളായി. എറണാകുളം, മലപ്പുറം, പൊന്നാനി സീറ്റുകളുടെ ചിത്രമാണ് ഇനി തെളിയേണ്ടത്. ഒരു പോളിറ്റ് ബ്യൂറോ അംഗവും 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഒരു മന്ത്രിയും 3 MLA-മാരും 3 ജില്ലാ സെക്രട്ടറിമാരും അടങ്ങുന്ന പ്രബലമായ സ്ഥാനാർത്ഥി പട്ടികയാണ് CPM തയ്യാറാക്കുന്നത്. CPM സ്ഥാനാർത്ഥി ചിത്രം കൂടുതൽ വ്യക്തമായി. പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ A. വിജയരാഘവൻ പാലക്കാട് ജനവിധി തേടും. ജീവൻ മരണ പോരാട്ടത്തിൽ 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെയാണ് CPM മത്സരരംഗത്തിറക്കുന്നത്. ഇതിൽ ആലത്തൂരിൽ മത്സരിക്കുന്ന K. രാധാകൃഷ്ണൻ മന്ത്രിയുമാണ്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ KK ശൈലജ വടകരയിലും TM തോമസ് ഐസക് പത്തനംതിട്ടയിലും എളമരം കരീം കോഴിക്കോടും മത്സരിക്കും. ശൈലജ മട്ടന്നൂർ MLA ആണ്. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും വർക്കല MLA-യുമായ V. ജോയ് ആറ്റിങ്ങൽ കോട്ട തിരിച്ചുപിടിക്കാനിറങ്ങും. കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ കാസർഗോഡ് മണ്ഡലത്തിലും കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ കണ്ണൂരിലും പോരിന് തയ്യാറായി കഴിഞ്ഞു. കൊല്ലത്ത് NK പ്രേമചന്ദ്രനെ നേരിടാൻ ചലച്ചിത്ര താരം കൂടിയായ M. മുകേഷ് MLA-യാണ് CPM കരുതിവയ്ക്കുന്നത്. ഇടുക്കിയിൽ മുൻ MP ജോയ്സ് ജോർജ്
ഇത്തവണയും CPM-ന് വേണ്ടി രംഗത്തിറങ്ങും. ജില്ലാ കമ്മിറ്റിയുടെ എതിർപ്പ് അവഗണിച്ച് ആലപ്പുഴയിൽ സിറ്റിംഗ് MP AM ആരിഫിനെ തന്നെ ഒരിക്കൽ കൂടി പരീക്ഷിക്കുകയാണ് CPM. ചാലക്കുടിയിൽ C. രവീന്ദ്രനാഥിനെ മത്സരിപ്പിക്കണമെന്ന അഭിപ്രായമാണ് ജില്ലാ കമ്മിറ്റിക്കുള്ളത്. എന്നാൽ മത്സരിക്കാൻ താൽപ്പര്യമില്ലെന്ന നിലപാടിൽ രവീന്ദ്രനാഥ് ഉറച്ചു നിൽക്കുന്നു. മലപ്പുറത്തും പൊന്നാനിയിലും എറണാകുളത്തും വിജയസാധ്യതയുള്ള പൊതുസമ്മതരിലേക്കെത്താൻ CPM-ന് കഴിഞ്ഞിട്ടില്ല. നിലവിലെ സ്ഥാനാർത്ഥി പട്ടികയിലെ വനിതാ പ്രാതിനിധ്യം KK ശൈലജയിൽ ഒതുങ്ങുകയാണ്. അതുകൊണ്ടുതന്നെ എറണാകുളത്ത് ഒരു വനിതയെ മത്സരിപ്പിക്കാനാണ് സാധ്യത. 21-ന് സംസ്ഥാന സമിതി യോഗം സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകും. 27-ന് പ്രഖ്യാപനമുണ്ടാകും. പുതുമുഖങ്ങൾക്ക് പകരം പരിചയസമ്പന്നരായ മുൻനിര നേതാക്കളെ രംഗത്തിറക്കി പരമാവധി സീറ്റുകളിൽ വിജയമുറപ്പിക്കാനാണ് CPM ശ്രമം. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. കോട്ടയത്ത് മികച്ച വിജയപ്രതീക്ഷയെന്ന് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ്. കേരളത്തിലെ അഴിമതി ഭരണത്തിനെതിരെയും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുമാകും പോരാട്ടമെന്നും ഫ്രാൻസിസ് ജോർജ് ന്യൂസ് 18നോട് പറഞ്ഞു. കോട്ടയത്ത് UDF സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഫ്രാൻസിസ് ജോർജ് ഒപ്പം തീരുകയാണ്. കേരള കോൺഗ്രസിനെ എമ്മിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് വലിയ ദൗത്യം. പ്രത്യേകിച്ച് എമ്മിനെ തോൽപ്പിക്കുക എന്നുള്ളത് വലിയ ദൗത്യമൊന്നുമല്ല. അതൊക്കെ ഞങ്ങൾ UDF ജയിച്ചിരിക്കും. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് ഇത് കേരള കോൺഗ്രസ് തമ്മിലുള്ള പോരാട്ടം എന്ന് പറയുന്ന ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിർത്തണമോ, മതേതരത്വം നിലനിൽക്കണമോ, ജനാധിപത്യ സ്ഥാപനങ്ങൾ ഇവിടെ സ്വതന്ത്രമായി പ്രവർത്തിക്കണമോ, മാധ്യമങ്ങൾ സ്വതന്ത്രമായി ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഈ അഴിമതി നിറഞ്ഞ ഭരണം, അതിനെതിരെയുള്ള വലിയൊരു വിധി തീർപ്പ്, അതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം എന്ന് പറയുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ എന്താ പറയുക, അതിനൊന്നും മുന്നണി വിട്ടുപോയി, മുന്നണിയെ ചതിച്ചുപോയി എന്നൊക്കെയാണ്. സ്വാഭാവികമായിട്ടും ജനങ്ങൾ തീരുമാനമെടുക്കും. മുന്നണി വിട്ടുപോയതിന് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തക്കതായിട്ടുള്ള മറുപടി കൊടുക്കും. ഐക്യജനാധിപത്യ മുന്നണിയെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജനങ്ങൾ വിജയിപ്പിക്കും. പുറത്തുള്ള പ്രചരണം, പുറത്തു നിന്ന് വന്ന സ്ഥാനാർത്ഥി എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ അവർ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ പ്രചരണം പറയുമ്പോൾ അതിൻ്റെ തൊട്ട് വലതുവശത്തിരിക്കുന്ന ആരാണ്? ശ്രീ റോഷി അഗസ്റ്റിനാണ്. അദ്ദേഹത്തിൻ്റെ നാട് എവിടെയാണ്? അദ്ദേഹം പാല ചക്കാമ്പുഴ സ്വദേശിയാണ്. അദ്ദേഹം സ്ഥിരമായി മത്സരിക്കുന്നത് ഇടുക്കിയിൽ നിന്നാണ്. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ആ വാദഗതിക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇടുക്കിയോ എറണാകുളമോ ജില്ലകളെന്ന് പറയുന്നത് കോട്ടയം ജില്ലയുടെ ഭാഗമായിരുന്നതാണ്. കോട്ടയമാണ് പേരന്റ് ജില്ല. മാതൃജില്ല എന്ന് പറയുന്നത് കോട്ടയമാണ്. അതല്ലെങ്കിലും നമുക്കറിയാമല്ലോ, തെരഞ്ഞെടുപ്പുകൾക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് മത്സരിക്കാം. അതൊക്കെ വെറും അപ്രസക്തമായിട്ടുള്ള വിഷയങ്ങൾ. അവർക്ക് ഒരു വിഷയവും കാതലായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും പറയാനില്ല. അതുകൊണ്ടാണ് ഈ ചിഹ്നത്തിൻ്റെ കാര്യവും സ്ഥലത്തിൻ്റെ കാര്യവും ഒക്കെ പറയുന്നത്. നമ്മുടെ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണ്? കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ, രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ, അതേക്കുറിച്ച് അവരുടെ അഭിപ്രായം പറയട്ടെ. അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? കേരളത്തിൽ കഴിഞ്ഞ 2.5 വർഷക്കാലം അധികാരത്തിലിരുന്നു കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? കോട്ടയത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഇപ്പോൾ ശ്രീ ജോസ് കെ മാണി ആരംഭം കുറിച്ച സയൻസ് സിറ്റി പോലും എങ്ങും എത്താതെ കിടക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഒന്നും നടന്നിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ അങ്ങനെയുള്ള വിഷയമാണ്. പൊളിറ്റിക്കൽ ഫൈറ്റ് ആയിരിക്കും എന്തായാലും കോട്ടയം. തീർച്ചയായിട്ടും രാഷ്ട്രീയമാണല്ലോ, രാഷ്ട്രീയമായിട്ടുള്ള ഫൈറ്റ് വരും. അതോടൊപ്പം തന്നെ ആസ്പദമായിട്ടുള്ള ഫൈറ്റ് കൂടിയായിരിക്കും. റബ്ബറൊക്കെ വലിയ പ്രശ്നം. തീർച്ചയായിട്ടും റബ്ബർ, അതുപോലെ തന്നെ മൊത്തം കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടായിരിക്കും ഞങ്ങൾ പ്രചരണം നടത്തുക. UDF-ലേക്ക് തന്നെ UDF-ന്റെ കോട്ട തിരിച്ചെത്തിക്കാൻ കഴിയുമെന്നുള്ളത് തീർച്ചയായിട്ടും 100% തികഞ്ഞ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് ഒരു പാർട്ടി പോലെ പ്രവർത്തിച്ച് UDF-ന് വേണ്ടി കോട്ടയം മണ്ഡലം തിരിച്ചു പിടിച്ചു. പല സ്ഥാനാർത്ഥി മോഹികൾ ഉണ്ടായിരുന്നു, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. അത് വെറും തെറ്റിദ്ധാരണ. അങ്ങനെയില്ല. ഞാൻ പറയട്ടെ, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആർക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടാകും. ആ ആഗ്രഹം പറയുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ കാര്യങ്ങളൊക്കെ പാർട്ടി ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുത്തു കഴിയുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി ആ തീരുമാനത്തിന് പിന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമേ അല്ല. എന്തായാലും ആശംസകൾ ഫ്രാൻസിസ് ജോർജ്. ശക്തമായ പോരാട്ടത്തിലൂടെ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയും, കൃത്യമായ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് പങ്കുവെക്കുന്നത്. ഇമ്മാനുവൽ തോമസിനൊപ്പം G. ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. മറ്റു ചില വാർത്തകളിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേള. എക്സാലോജിക് കമ്പനിക്കെതിരായ അന്വേഷണം നിയമപരമെന്ന കർണാടക ഹൈക്കോടതിയുടെ വിധി മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കും വലിയ തിരിച്ചടിയാണ്. അന്വേഷണം തടയാൻ വീണ ഉന്നയിച്ച വാദങ്ങൾ നിലനിൽക്കില്ലെന്ന് വ്യക്തമാക്കുന്ന കർണാടക ഹൈക്കോടതി വിധിയുടെ പൂർണ്ണരൂപം പുറത്തുവന്നു. 2021 ജനുവരിയിൽ ED നിർദ്ദേശപ്രകാരം CMRL എക്സാലോജിക് കരാർ പരിശോധിച്ചു. CMRL എക്സാലോജിക് ഇടപാടിൽ 8 ക്രമക്കേടുകൾ വ്യക്തമാക്കുന്ന ROC അന്വേഷണ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളും വിധിപ്പകർപ്പിന്റെ ഭാഗമാണ്. SFIO അന്വേഷണം റദ്ദാക്കണമെന്ന വീണ വിജയന്റെ ഹർജി തള്ളിക്കൊണ്ട് കർണാടക ഹൈക്കോടതിയുടെ 46 പേജുള്ള വിശദമായ വിധിപ്പകർപ്പാണ് പുറത്തുവന്നത്.
SFI അന്വേഷണം പൂർണ്ണമായും നിയമപരമെന്നും അന്വേഷണം റദ്ദാക്കാനോ തടയാനോ കഴിയില്ലെന്നും വിധിയിൽ വ്യക്തമാക്കുന്നു. അന്വേഷണം റദ്ദാക്കണമെന്ന് ചൂണ്ടിക്കാട്ടി വീണ ഉന്നയിച്ച ഒരു വാദങ്ങളും നിലനിൽക്കില്ല. അന്വേഷണം ഏത് ഘട്ടത്തിലാണ് SFIOക്ക് കൈമാറേണ്ടത് എന്നത് കൃത്യമായി നിയമം അനുശാസിക്കുന്നുണ്ടെന്നും വിധിയിലുണ്ട്. ഇത് ശൂന്യതയിൽ നിന്നുള്ള അന്വേഷണമല്ല. 2020 ജൂലൈയിൽ തന്നെ ROC അന്വേഷണം ആരംഭിച്ചിരുന്നു. 2021 ജനുവരിയിൽ ED നിർദ്ദേശപ്രകാരം CMRL എക്സാലോജിക് കരാർ പരിശോധിച്ചു. CMRL എക്സാലോജിക് ഇടപാടിൽ 8 ക്രമക്കേടുകൾ കണ്ടെത്തിയ ROC റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളും വിധിപ്പകർപ്പിന്റെ ഭാഗമാക്കിയിട്ടുണ്ട്. CMRLും എക്സാലോജിക്കും നൽകിയ പല വിവരങ്ങളും അപൂർണവും സംശയാസ്പദവുമാണെന്ന ROC റിപ്പോർട്ടുകളുടെ ഉള്ളടക്കവും വിധിയുടെ ഭാഗമായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കർണാടക. KPCC അധ്യക്ഷൻ K. സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര ഇന്ന് തൃശൂർ ജില്ലയിൽ വൈകിട്ട് 4-ന് പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ജാഥയെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരണവേദിയായ തെക്കേ ഗോപുരനടയിലേക്ക് വരവേൽക്കും. പൊതുസമ്മേളനം മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി P. ചിദംബരം ഉദ്ഘാടനം ചെയ്യും. KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ മുഖ്യാതിഥിയാവും. വീണ്ടും ഒരു ചെറിയ ഇടവേളയിലേക്ക്. കർഷക പ്രതിഷേധം 6ാം ദിവസത്തിൽ. ഹരിയാനയിലെ കർഷകരുടെ ട്രാക്ടർ പരേഡ് ഉച്ചയ്ക്ക് 12 മണിക്ക്. കർഷക പ്രതിനിധികളുമായി കേന്ദ്ര സർക്കാർ വൈകിട്ട് 5-ന് ചണ്ഡീഗഡിൽ ചർച്ച നടത്തും. 4ാം തവണയാണ് കേന്ദ്ര സർക്കാർ കർഷകരുമായി ചർച്ച നടത്തുന്നത്. അതേസമയം ചർച്ച നടത്താൻ കൂടുതൽ സാവകാശം സർക്കാർ തേടിയതായി പഞ്ചാബ് കിസാൻ മസ്ദൂർ സംഘർഷ് കമ്മിറ്റി അറിയിച്ചു. മറ്റ് മന്ത്രിമാരുമായി ചർച്ച നടത്താനാണ് സാവകാശം തേടിയത്. ഇതിനിടെ നിലപാട് കടുപ്പിക്കുകയാണ് കർഷക നേതാക്കൾ. MSPക്ക് നിയമപരമായ ഗ്യാരണ്ടി നൽകാൻ ഓർഡിനൻസ് കൊണ്ടുവരണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഇതിനിടെ കൂടുതൽ കർഷകർ പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിലേക്ക് എത്തുന്നുണ്ട്. BJPയുടെ 2 ദിവസത്തെ ദേശീയ സമ്മേളനം ഇന്ന് സമാപിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തോടെയാവും ദേശീയ കൺവെൻഷൻ സമാപിക്കുക. പൊതുതെരഞ്ഞെടുപ്പിനുള്ള പ്രചരണത്തിന്റെ ഔദ്യോഗിക തുടക്കമാകും ഇന്നുണ്ടാവുക. 11,000-ലധികം BJP നേതാക്കളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. UPയിൽ നിന്നുള്ള 1347 നേതാക്കളും ഉത്തരാഖണ്ഡിൽ നിന്നുള്ള 250ഓളം നേതാക്കളും കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. കാസർഗോഡ് പെരിയയിൽ കാർ കുഴിയിലേക്ക് മറിഞ്ഞ് 2 പേർ മരിച്ചു. തായന്നൂർ ചപ്പാരപ്പടപ്പ് സ്വദേശികളായ C. രാജേഷ്, രഘുനാഥ് എന്നിവരാണ് മരിച്ചത്. പെരിയയിൽ തെയ്യം കണ്ടു മടങ്ങുന്നതിനിടെ പുലർച്ചെ 1 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. ഇടുക്കി തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ കർഷകന്റെ പേരിൽ വ്യാജ വായ്പ. കഴിഞ്ഞ 35 വർഷമായി ബാങ്കിൽ യാതൊരു ഇടപാടുകളുമില്ലാത്ത CPM പ്രവർത്തകനായ കർഷകന്റെ പേരിലാണ് LDF ഭരിക്കുന്ന ഇടുക്കി തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് 14 ലക്ഷം രൂപ വായ്പ എടുത്തതായി വ്യാജരേഖ പുറത്തു വന്നത്. പണം അടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യുമെന്ന് റിക്കവറി നോട്ടീസ് വന്നതോടെയാണ് പരാതിയുമായി കർഷകൻ രംഗത്തെത്തിയത്. ഇടുക്കി ദൈവമേട് സ്വദേശി ശശി പാപ്പനാണ് തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും എടുത്തിട്ടുള്ള വായ്പയും പലിശയും ചേർത്ത് 14 ലക്ഷത്തിലധികം രൂപ തിരിച്ചടയ്ക്കണമെന്ന് ഉടുമ്പൻചോല സഹകരണ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നോട്ടീസ് ലഭിച്ചത്. 2017 നവംബർ 29-ന് ബാങ്കിൽ നിന്ന് 5 ലക്ഷം രൂപ ശശി പാപ്പൻ വായ്പയെടുത്തുവെന്നും ഇതിൽ 4,896,000 രൂപ പലിശയും ചേർത്ത് 9,07,096 രൂപ അടയ്ക്കണമെന്നാണ് നോട്ടീസ്. അന്നേ ദിവസം തന്നെ ബാങ്കിന്റെ കനകക്കുന്ന് ശാഖയിൽ നിന്ന് 2,42,365 രൂപ മറ്റൊരു വായ്പ എടുത്തിട്ടുള്ളതായും ഇതിൽ 1,70,70,700 രൂപ പലിശയും ചേർത്ത് 4,14,065 രൂപ അടയ്ക്കണമെന്ന മറ്റൊരു നോട്ടീസും ശശിപാപ്പന് ലഭിച്ചു. 2023 ഒക്ടോബറിലാണ് നോട്ടീസ് ലഭിച്ചത്. പിന്നീട് പലതവണ ബാങ്കിലെത്തി ഇക്കാര്യം അറിയിച്ചു. എന്നാൽ പലതവണ കയറിയിറങ്ങിയിട്ടും ബാങ്ക് അധികൃതർക്ക് വ്യക്തമായ മറുപടി നൽകാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ബാങ്ക് നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്നാണ് പരാതി. എൻ്റെ അറിവനുസരിച്ച് ഇന്ന് വരെ ഞാൻ കനകക്കുന്ന പോയിട്ടില്ല. എൻ്റെ അറിവനുസരിച്ച് ആളുകൾ പറയുന്നത് കനകക്കുന്ന ബാങ്ക് തുടങ്ങിയിട്ട് 7 വർഷമായില്ലെന്നാണ് പറഞ്ഞു. ഈ 7 വർഷം ആയാണ് എൻ്റെ നോട്ടീസിൽ കണ്ടിരിക്കുന്നത്. 7 വർഷം മുമ്പ് എടുത്തതായിട്ടാണ്. ഇങ്ങനെ ഇത്രയും ഈ 14 ലക്ഷം രൂപ എൻ്റെ മേൽ കെട്ടിവെച്ചു. ഞാൻ CPMൻ്റെ പ്രവർത്തകനും ബ്രാഞ്ച് മെമ്പറുമായിരുന്നു. ഇവിടെ ഭരണം നടത്തുന്ന CPMൻ്റെ ആളുകളാണ് ഇവിടുത്തെ ബാങ്കിലെ സെക്രട്ടറിയും പ്രസിഡന്റും അതുപോലെ ഭരണസമിതി അംഗങ്ങളും. അവരെ എനിക്ക് നേരെ ക്രൂരമായ രീതിയിൽ ഒരു വഞ്ചന ചെയ്തിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായ രീതിയിൽ
ഞാനിത് പ്രതികരിക്കുന്നു. 35 വർഷമായി ബാങ്കുമായി ഒരു ഇടപാടുമില്ലാതെ നിൽക്കുന്ന തനിക്ക് ഇത്തരത്തിൽ നോട്ടീസ് വന്ന സാഹചര്യത്തിൽ ബാങ്ക് അധികൃതർ മറുപടി പറയണമെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ശശി പാപ്പൻ വ്യക്തമാക്കി. വ്യാജ വായ്പയുടെ പേരിൽ അന്വേഷണം ഉണ്ടാകണമെന്നും തന്റെ പേരിലുള്ള നോട്ടീസ് പിൻവലിച്ച് ക്രമക്കേട് നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ശശി പാപ്പൻ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 ഇടുക്കി. വാർത്താരംഭം പൂർണ്ണമാവുകയാണ്. ഇനി കൂടുതൽ വാർത്തകളുമായി രഞ്ജിത്ത് രാമേന്ദ്രൻ എത്തും. ആക്ഷൻ ടെസ്സയുടെ